بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى ويذكر عن الحسن ما خافه إلا مؤمن ولا أمنه إلا منافق നാം ഓതുന്നത് ബാബുൻ ഖൗഫുൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു എന്ന ബാബാണ്. ആ ബാബിൽ മഹാന്മാരായ 3 താബീങ്ങളെ തൊട്ടുള്ള അസറാണ് ഇവിടെ കൊണ്ടുവരുന്നത്. 1 ഇബ്രാഹിം തൈമിയുടെ പ്രയോഗം, 2 ഇബ്നു അബി മുലൈക്കയുടെ അസർ, 3 വയുദ്കറു അനിൽ ഹസൻ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയപ്പെടലുണ്ട്. എന്താ പറയപ്പെടുന്നു? മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ. മാ ഖാഫഹു നിഫാഖിനെ ഭയപ്പെട്ടിട്ടില്ല, ഇല്ലാ മുഅ്മിനുൻ മുഅ്മിനല്ലാതെ. മൂമിനിക്ക് എപ്പോഴും പേടിയായിരിക്കും, ഞാൻ മുനാഫിക്കാവോ, എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ. മഹാന്മാരായ എത്ര വലിയവരാണെങ്കിലും തർക്കമില്ല എന്ന് തോന്നുന്ന ഒരു സ്വാലിഹിനെ കണ്ടാൽ പറയും ഈമാൻ സലാമത്താമാൻ വേണ്ടി ദുആ ചെയ്യണേ, മരിക്കുമ്പം ഈമാൻ കിട്ടാൻ വേണ്ടി മരിക്കണേ എന്നുള്ളൊരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ആളുകൾ പറയുക. പ്രത്യേകിച്ചും മരണത്തിൻ്റെ സൂചന കിട്ടുമ്പോൾ, രോഗം ഉണ്ടാകുമ്പം മഹാന്മാരായ ആളുകൾ സാധാരണക്കാരടക്കം വലിയവരും ചെറിയവരും വ്യത്യാസമില്ലാതെ മറ്റുള്ളവർ ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ സലാമത്താണ്, മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം, ഈമാൻ നിലനിൽക്കണം. ആണ് ഈമാൻ നിലനിൽക്കാതിരിക്കുമോ, മുനാഫിക്കാവോ എന്ന പേടി മൂമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. മാ ഖാഫഹു നിഫാഖിനെ ഭയപ്പെട്ടിട്ടില്ല, ഇല്ലാ മുഅ്മിനുൻ മുഅ്മിനല്ലാതെ ഭയപ്പെട്ടിട്ടില്ല. വലാ അമിനഹു നിഫാഖിനെ തൊട്ടുള്ള സുരക്ഷ ഉണ്ടായിട്ടില്ല, നിർഭയത്വം ഉണ്ടായിട്ടില്ല, നിർഭയനായിട്ടില്ല. ഇല്ലാ മുനാഫിഖുൻ മുനാഫിക്കല്ലാതെ. മുനാഫിക്കിനിക്ക് മുനാഫിക്കാവോ എന്നുള്ള ഒരു പേടി ഉണ്ടാവില്ല. കാരണം ഓൻ നാക്കാലിൻ്റെ മാതിരി പരിശുദ്ധ ദീനെ കളിയാക്കി എടുക്കണവനല്ലേ, ഓനെന്ന് ദീന് വേണ്ടല്ലോ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കാഫിറാണല്ലോ. കാഫിറായ മുനാഫിക്ക് കാപ്പട്യം കാട്ടുന്നവനെ, ഓനക്ക് എനിക്ക് നിഫാഖ് ഉണ്ടോ എന്നുള്ള പേടി ഓനുണ്ടാവില്ല. കാരണം ഓൻ നിഫാഖ് തന്നെയാണല്ലോ, ഉറപ്പ് തന്നെയാണല്ലോ അവൻ്റെ അടുത്തുള്ളത്. ഓന് ഇസ്ലാമിനെ മതിപ്പില്ലല്ലോ, അള്ളാഹുവിനെ പറ്റി മതിപ്പില്ലാത്തവനാണ്. അപ്പം അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി, സ്വഹാബത്തിനെ പറ്റി, ഇസ്ലാം കാര്യങ്ങളെയും ഈമാൻ കാര്യങ്ങളെയും ഖുർആനിൽ പറഞ്ഞ അഹ്കാമുകളെയും എല്ലാം ബഹുമാനിക്കുന്ന മൂമിന്, ആ മൂമിന് എൻ്റെ ഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായ വല്ലതും വരുമോ എന്ന് ഭയപ്പാടുണ്ടാകും. ആ ഭയം, നിഫാഖിൻ്റെ ഭയം മുനാഫിക്കിനുണ്ടാവില്ല, അവനക്ക് അതിനെ തൊട്ട് നിർഭയമായിരിക്കും. വലാ അമിനഹു നിഫാഖിനെ തൊട്ട് നിർഭയനാവൂല, ഇല്ലാ മുനാഫിക്കും മുനാഫിക്കല്ലാതെ എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരർത്ഥം നമ്മൾ വെച്ച് മാ ഖാഫഹു എന്നുള്ള ലമീർ നിഫാഖിലേക്കാണ് വിട്ടത്. അതാണ് ഈ വിഷയത്തെ ഹസൻ ബസരിയുടെ പ്രയോഗത്തെ വിശദമായി റിപ്പോർട്ട് ചെയ്തതിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് നിഫാഖ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാക്ക് മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ എന്നത് ഒരു വല്ലാത്ത ഹിക്മത്തുള്ള വാക്കാണ്. ആ വാക്കിനിക്ക് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അർത്ഥം വെച്ചത് മാ ഖാഫഹു എന്നുള്ള ലമീർ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്കാണ്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല, ഇല്ലാ മൂമിനും മൂമിനല്ലാതെ. മൂമിൻ അള്ളാഹു തആലാനെ പറ്റി നല്ല ഭയത്തിലും നല്ല പേടിയിലും ഉണ്ടാവും. മൂമിൻ അള്ളാഹിനെ പറ്റി റജാ ഉണ്ടാവും, അത് വേറെ കാര്യം. അതോടുകൂടെ എപ്പോഴും പേടിയായിരിക്കും. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അവരെ മുഴുവനും നാം പരിശോധിച്ച് നോക്കിയാൽ അവർ കേൾക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ സ്വർഗത്തിലാണെന്ന് പേരെടുത്ത് പറഞ്ഞവരല്ലേ. എന്നാൽ നബിൻ്റെ വഫാത്തിൻ്റെ ശേഷം പോലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തൊരു ഭയമായിരുന്നു.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനക്ക് എന്തൊരു ഭയമായിരുന്നു. ആർക്കാ ഭയമില്ലാതിരുന്നത്? എനിക്ക് സ്വർഗത്തിലെ ടിക്കറ്റ് കിട്ടിയ ആളാണ്, എനിക്കൊരു പേടിയില്ലാതാരും പറഞ്ഞിട്ടുണ്ടോ? അപ്പം അള്ളാഹുവിനെ അള്ളാഹുവിനെ എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ച് റജാ ഉള്ള മാതിരി അള്ളാഹുവിനെ പറ്റി ഭയമുണ്ടാകും മോമിനിക്ക്. വലാ അമിനഹു, അള്ളാഹുവിനെ തൊട്ട് നിർഭയമായിട്ടില്ല ഇല്ലാ മുനാഫിഖുൻ, മുനാഫിക്കല്ലാതെ. മുനാഫിക്കിന് അള്ളാഹിനെ പറ്റി ഭയങ്കര നിർഭയമായിരിക്കും. കാരണം അവൻ അള്ളനല്ല എന്നല്ലേ. നീ എന്തിനാ അള്ളാഹിനെ പേടിച്ചേണ്ട ആവശ്യം? എന്തല്ല, എവിടെ അല്ല ഇന്ന് നോക്കിക്കണേ. മുനാഫിക്കിന് എന്തിനാ അള്ളാഹിനെ പേടിക്കണേ? അപ്പം അവർക്ക് കാഫിരീകളായ ആളുകൾക്ക്, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് അള്ളയില്ല എന്ന് തന്നെ അവർ പറഞ്ഞത് കൊണ്ട് അവർക്ക് പിന്നെ അള്ളാഹിനെ പേടിയായിട്ടൊന്നും അവർക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഓരോരോ ഖളാ തഖ്ദീറുകൾ പഠിച്ച് നോക്കുമ്പോൾ എന്തും സംഭവിച്ചേക്കാം ഭാവിയിൽ. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ഒരു മനുഷ്യനിക്കും ഒരു കഴിവുമില്ല, എല്ലാ കഴിവും അള്ളാഹുവിനിക്കാണ് എന്ന് മനസ്സിലാക്കിയവൻ അള്ളാഹു ഇവനെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടിമയാണ് ഇവൻ. ഈ അടിമയെ അള്ളാഹ്ക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് സ്വർഗത്തിലേക്കിടലും നരകത്തിലേക്കിടലും ഖബറിൽ വെച്ച് ശിക്ഷിക്കലും ശിക്ഷായിക്കാതിരിക്കലും അതെല്ലാം അള്ളാഹു തആലാന്റെ ഇറാദത്താണ്. എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ല എന്നുള്ളൊരു ഭയം മോമിനിക്ക് അള്ളാഹു തആലാനെ പറ്റി അളമത്തുണ്ടാവുമ്പോൾ ഭയപ്പാടുണ്ടായിത്തീരും. ഇങ്ങനെയും അർത്ഥം വെച്ചവരുണ്ട്. പക്ഷേ നമ്മുടെ ഇബാറത്ത്, നമ്മുടെ ചർച്ചയുള്ളത് ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു എന്നുള്ളതാണ് ബാബ്. ആ ബാബിനിക്ക് തെളിവായി പറയുന്ന ഹസറുകളാണത്. അതുകൊണ്ട് അമല് പൊളിയപ്പോഴാ ഓന് ഈ നിഫാക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ പല സാധനം വന്നിട്ടുണ്ട്. അതാണ് റാജിഹ് എന്ന് മഹാന്മാരായ ശുറാ എല്ലാം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ടുണ്ട്. അതാ പറഞ്ഞത് ഫത്തുൽ ബാരി പറഞ്ഞതാ ഖുൽതു വഹാദൽ കലാമു വഇൻകാന സ്വഹീഹ. അമീർ അള്ളാഹുലേക്ക് വിട്ടിട്ട് പറഞ്ഞ വാക്ക് സ്വഹീഹാണ്. ലാകിന്നഹു ഖിലാഫു മുറാദിൽ മുസന്നിഫി വമൻ നഖല അൻഹു വല്ലദി ഔഖാഹും ഫി ഹാദാ ഹുവൽ ഇഖ്തിസാർ. അതിനെ ദുഖിറ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുള്ളൊരു ഫായിദയായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് രണ്ട് നിലക്ക് ഉദ്ധരിക്കപ്പെടലുണ്ട്. ഒന്നെന്താ, വിശദമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അതിങ്ങനെയാണ്: കാല ജഅഫറുൽ ഫിരിയാബി, ഇമാം ബുഖാരിയുടെ ശിഷ്യനായ ഫിരിയാബി അവർ റിപ്പോർട്ട് പറഞ്ഞു, ഹദ്ദസനാ ഖുതൈബത്തു കാല ഹദ്ദസനാ ജഅഫർ ഇബ്നു സുലൈമാന عن المعلى بن زياد سمعت الحسن يحلف في هذا المسجد بالله الذي لا إله إلا هو ما مضى مؤمن قط ولا بقي إلا هو من النفاق مشفق ولا مضى منافق قط ولا بقي إلا هو من النفاق آمن. കേട്ടോ, അവിടെ പറഞ്ഞത് വിഷയം തന്നെ അങ്ങനെയാണ്. മൂമിന് കഴിഞ്ഞു പോയിട്ടില്ല, ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നുമില്ല. അവരെല്ലാം നിഫാക്കിനെ തൊട്ട് ഭയപ്പെടുന്നവരായിട്ടല്ലാതെ. അതുപോലെ ഒരു മുനാഫിക്കും കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നുമില്ല, അവർ നിഫാക്കിനെ തൊട്ട് നിർഭയമായിട്ടല്ലാതെ. അപ്പം നിഫാക്കാണ് അവിടുത്തെ വിഷയമായി ഹസൻ ബസ്രി അള്ളാഹു വിശദമായി വന്നത്. അതുകൊണ്ട് ഇവിടെയും നിഫാക്കിലേക്ക് തന്നെ വിടണം. രണ്ടും രണ്ട് വാക്കായി പറഞ്ഞാൽ പോലെ. ഒന്ന് അങ്ങനെ വിശദമായി പറഞ്ഞു, നിഫാക്ക് തന്നെ പറഞ്ഞാണ്. അതോടുകൂടെ അള്ളാഹു തആലാനും ഭയപ്പെടൂല മുഅ്മിനല്ലാതെ, അള്ളാഹുവിനെ തൊട്ട് നിർഭയം ഉണ്ടാവില്ല മുനാഫിക്കല്ലാതെ എന്നർത്ഥം വെച്ചോണ്ട് എന്ത് വരാൻ പോകുന്നു? രണ്ടും ഒരിക്കൽ ഒന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതേമാതിരി എന്നെ എല്ലായിടത്തും പറഞ്ഞെന്നുണ്ടോ? സഹിയായ ആശയങ്ങൾ പലതും പലതായി പറഞ്ഞൂടെ? അതുകൊണ്ട് അവിടെ വിമർശിക്കേണ്ട ഒരു ഒപ്പൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ ഇവിടെ ചർച്ച ചെയ്യാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ മൂമിന് അവൻ്റെ അമൽ നഷ്ടപ്പെടലിനെ തൊട്ട് ഭയപ്പെടുക എന്നതിന് ഭയപ്പെടലിന് വിശദീകരിക്കുന്ന ബാബ്, ഭയപ്പെടണം എന്ന് ചർച്ച ചെയ്യുന്ന ബാബാണ്. അതിൽ 3 അസറാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം തൈമിയുടെയും ഇബ്നു അബീ മുലൈക്കയുടെയും ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെയും. ഇതാണ് എനിക്ക് തെളിവ് പറഞ്ഞത്.
ഇത് വളരെ നമ്മൾ മുഖദ്ദിമയിൽ വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്, പലപ്പോഴും പറയുന്നതുമാണ്. എന്താണ് ഹദീസ് എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, തഖീറാത്തുകൾ ഇതിനൊക്കെ പറയുന്ന മാതിരി സ്വഹാബത്തിൻ്റെ അഖ്വാൽ അഫ്വാൽ തഖീറാത്തും ഹദീസാണ്. താബിഈങ്ങളുടെ അഖ്വാൽ തഖീറാത്തും ഹദീസാണ് എന്നതാണ് റാജിഹ്. അതാണ് മുഹദ്ദിസീങ്ങളുടെ മദ്ഹബ്. ആ മുഹദ്ദിസീങ്ങളുടെ മദ്ഹബിൻ്റെ പ്രകാരമാണ് ഈ 3 ഹദീസിനെ തെളിവായി കൊണ്ടുവരുന്നത്. കാരണം അവരെല്ലാം പറയുന്നത് അവർക്ക് അതിൻ്റെ ആശയം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കിട്ടിയതേ അവർ പറയുള്ളൂ. ഏകദേശം അതേ ആശയത്തിൽ ഹദീസുകൾ തന്നെ വന്നിട്ടുമുണ്ട്. അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ധാരാളം ആയത്തുകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഹദീസുകളാണ്, തെളിവാണ്. അതാണ് മുമ്പ് മുഖദ്ദിമയിൽ നാം പറഞ്ഞത്. പ്രത്യേകിച്ചും ഫതുൽ മുൽമ നക്കലായി ഉദ്ധരിച്ചു, ഇമാം ബയ്യഖ് ഇമാമിനെ നക്കലായി ഉദ്ധരിച്ചു. മഹാന്മാർ 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു, 8 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു, 20 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു, 14 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് എന്ന് പറയുന്നവിടുത്ത് ആ ഹദീസുകൾ എന്ന് പറയുന്നത് വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മർഫൂആയ ഹദീസുകൾ മാത്രമല്ല, സ്വഹാബത്തിൻ്റെ അഫ്വാൽ അഖ്വാൽ തഖീറാത്തുകളാണ് ഇത് പെടുന്നുണ്ട്, താബിഈങ്ങളുടെ അഫ്ആൽ അഖ്വാൽ തഖീറാത്ത് പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ നിലക്കാണ് ഈ പറഞ്ഞ 3 അസറുകളും ഹദീസിൻ്റെ കിതാബായ സ്വഹീഹുൽ ബുഖാരിയിൽ അത് കൊണ്ടുവരുന്നത് മത്തന്നെ തെളിവായും കൊണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസിൻ്റെ കിതാബാണ്. അതോടുകൂടെ ഖുർആനും പറയും, ഫിഖ്ഹും പറയും, എല്ലാം പറയും. ബാബ് മഹാനവർകൾ പ്രത്യേകമായി ഫിഖ്ഹിൻ്റെ അബ്വാബ് വരുമ്പോൾ ഫിഖ്ഹിന് വേണ്ടിയാണ് ഇടുക. ഈമാൻ്റെ വിഷയത്തിൽ ഈമാനുമായി ബന്ധപ്പെട്ട ബാബുകളാണ് ഇടുക. അത് ഇമാം ബുഖാരിയുടെ പ്രത്യേകമായ തർത്തീബാണത്. അത് മറ്റൊരാൾക്കും ആ ശൈലി കാണൂല. പിന്നെ ഇതിലുള്ളൊരു ചർച്ച യുദ്കറു അനിൽ ഹസൻ എന്നാ പറഞ്ഞത്. ഹസൻ ബസരിയെ തൊട്ട് പറയപ്പെടുന്നു. ഈ പറയപ്പെടുന്നു എന്ന് മജ്ഹൂലാക്കി പറയുമ്പം ഹസൻ ബസരി അത് പറഞ്ഞോ എന്ന് ഉറപ്പില്ല. അധികവും തംരീലിൻ്റെ സീഹ, മജ്ഹൂലിൻ്റെ സീഹ ഉപയോഗിക്കൽ അത് ദഈഫാണ് എന്ന് വരുത്താനല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവങ്ങൾ ധാരാളം മുഹദ്ദിസീങ്ങൾ സനദടക്കം സ്വഹീഹായ സനദടക്കം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് യുദ്കർ പറഞ്ഞു? മറ്റുള്ളവർക്ക് 2 പറഞ്ഞത് എങ്ങനെ? വക്കാല ഇബ്രാഹിം തൈമിയോ വക്കാല ഇബ്നു അബി മുലൈക മഅറൂഫായ പറഞ്ഞത്. എന്നാൽ ഇതേമാതിരി തന്നെ ദക്കറൽ ഹസനു കാലൽ ഹസനു എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇതൊരു ചോദ്യമാണ്. അതിക്ക് ആ ചോദ്യം വരുന്നത് തന്നെ സ്വഹീഹുൽ ബുഖാരി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ലോക പണ്ഡിതന്മാരിൽ മുഅല്ലമും പറയുന്നത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹിയായ കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന്. അപ്പോൾ ബുഖാരി അസഹുൽ കുത്തുബ് ആവണമെങ്കിൽ അതിൽ ലൈഫ് ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു കാരണവശാലും ലൈഫ് ഉണ്ടാവില്ല. അത് മഅറൂഫായി പറഞ്ഞാലും ലൈഫ് ആവില്ല, മജ്ഹൂലായി പറഞ്ഞാലും ലൈഫ് ആവില്ല. ലൈഫ് എങ്ങനെയുള്ള സാധനം എങ്ങനെ അസഹായി വരിക? ഏറ്റവും സഹീഹ് എന്നല്ലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖദ്ദിമയിൽ നാം പ്രത്യേകമായി ഉണർത്തിയത്, മഅറൂഫിൻ്റെ സീഗ കൊണ്ട് പറഞ്ഞാലും മജ്ഹൂലിൻ്റെ സീഗ കൊണ്ട് പറഞ്ഞാലും ബുഖാരിയിലുള്ളത് മുഴുവനും സഹിയാണ്. ബുഖാരിയുടെ ബാബുകളും സഹിയാണ്. അതൊക്കെ ബാബടക്കല്ലേ ഇമാം ബുഖാരി സഹീ വരുന്നത്. സഹീഹുൽ ബുഖാരി അസഹുൽ കുത്തുബി വായത കിതാബില്ല എന്നല്ലേ. സഹീഹുൽ ബുഖാരിയിലുള്ള മഅറൂഫായ ഹദീസുകൾ എന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ബുഖാരിയുടെ ബാബുകളും അതിലുള്ള മുഅല്ലഖായ ഹദീസുകളും എല്ലാം മഅറൂഫ് ആശയ കൊണ്ട് പറഞ്ഞാലും മജ്ഹൂൽ ആശയ കൊണ്ട് പറഞ്ഞാലും എല്ലാം സഹിയാണ്. പിന്നെന്തുകൊണ്ട് യുദ്കറു എന്ന് പറഞ്ഞു എന്നാ? അതാണ് ഫായിദ. എന്താ ഫായിദ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ഹസൻ ബസരിയെ തൊട്ട് 2-3 നിരക്ക് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഉദ്ധരണിയാണിത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നല്ല, ഇങ്ങനെ എല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഒരു ഹിക്മത്തുള്ള വാക്കാണ്. എന്താ? മാ ഖാഫു അൽ-ലമീർ അള്ളാഹുലേക്കും വിടാം, നിഫാഖിലേക്ക് വിടാം, രണ്ടും ശരിയാണ്. ഇങ്ങനെ അല്ലാതെ നിഫാഖിലേക്ക് മാത്രം വിട്ടുകൊണ്ട് വിശദമായ വേറെയും ശൈലികൾ മഹാനവർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി, എന്നല്ലാതെ ലഈഫാണെന്ന് വരുത്താൻ വേണ്ടി എന്നുള്ള ചോദ്യം തന്നെ അബദ്ധമാണ്.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തുടരുന്നു, വമാ യുഹ്ദറു മിനൽ ഇസ്റാരി അലൻ നിഫാഖി വൽ ഇസ്യാനി മിൻ ഗൈരി തൗബ ലിഖൗലില്ലാഹി തആല വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വമാ വാവ് അത്ഫിൻ്റെ മായാണ്, മാ മസ്തരിയാണ്. അവിടെ യുഹ്ദറു എന്നും വായിക്കുക, യുഹദ്ദറു എന്നും വായിക്കുക, രണ്ടൊക്കെ റിവായത്തുണ്ട്. അത് മൈൻ്റെ മഅ്തൂഫ് അലൈഹി വാവ് അർഫാത്തിഫ് മാ യുഹ്ദറു മാ അർഫ് മസ്തരി യുഹദ്ദറു ഫീൽ ലം യുസമ്മാ ഫായിൽ ലെ മിനൽ ഇസ്റാരി നായിബ് ഫായിൽ ജാർ മജ്റൂർ നായിബ് ഫായിൽ. മാൻ്റെ ശേഷമുള്ളത് ഫെയിലും നായിബ് ഫെയിലും ഫായിലും കൂടിയത് മസ്തറിൻ്റെ തേവീൽ ഫീൽ ലം യുസമ്മാ ഫായിലും നായിബ് ഫായിലും മസ്തറിൻ്റെ തേവീൽ മജ്ഹൂൽ മഅ്തൂഫ് അലൈഹി ഖൗഫുൽ മൂമിൻ. ബാബു ഖൗഫി എന്ന് വായിക്കുകയാണെങ്കിൽ ഇവിടെ മജ്റൂർ മുഖാത്തഫാണ്. ബാബുൻ പിന്നെ ഖൗഫുൽ മൂമിനി എന്ന് വായിക്കുകയാണെങ്കിൽ മർഫൂ ആണ്. അതൊക്കെ അറിയപ്പെടുന്ന വിഷയം തന്നെയാണ്. അവരർത്ഥം വെക്കേണ്ടത് മൂമിന് അവൻ്റെ അമൽ നഷ്ടപ്പെട്ടു പോവുക, ഓൻ ചിന്തിക്കാതെ ഓൻ അറിയാതെ ഓൻ്റെ ബോധപ്രകാരം നഷ്ടപ്പെട്ടു പോടെ പഠിനോ ചെയ്തിട്ടല്ല, അറിയാതെ അമൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുന്ന ബാബ്. അതോടുകൂടെ വമാനെ പേടിക്കണമെന്ന് പറയാൻ ചെയ്യുന്ന ബാബ്. വമാ യുഹദ്ദറു പേടിപ്പിക്കപ്പെടുന്നതിലും പറയുന്ന ബാബ്. എന്നെ തൊട്ട് പേടിപ്പിക്കുക, ശ്രദ്ധിക്കപ്പെടുക. വമാ യുഹദ്ദറു ശ്രദ്ധിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടലിനെ വിശദീകരിക്കുന്ന ബാബുമാകുന്നു. അപ്പോൾ തഹ്ദീരി മിനൽ ഇസ്റാർ അലൽ നിഫാഖി വൽ ഇസ്യാനി കുറ്റങ്ങളുടെ മേലിലും നിഫാഖ് കാപ്പഡ്യത്തിൻ്റെ മേലിലും ഉറച്ചു നിൽക്കലിനെ തൊട്ട് ഭയപ്പെടുത്തുന്നതിലും പറയുന്ന ബാബാണ്. മിൻ ഗൈരി തൗബ തൗബ ചെയ്യൽ കൂടാതെ തെറ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിഫാഖുകാരനായിട്ട് തന്നെ നിൽക്കുക. അബദ്ധത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും നിഫാഖിൻ്റെ സ്വഭാവം കാട്ടിയെങ്കിൽ ഉടനെ തന്നെ തൗബ ചെയ്യണില്ല. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന സംഭവം തൗബ എന്ന് പറയുന്ന സംഗതി ഒന്നാണ്. ഒരാൾ ഒരു ദിവസം എത്ര തെറ്റ് ചെയ്താലും ഓരോരോ തെറ്റ് ചെയ്യുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവരാണെങ്കിൽ അവനെ കവച്ചു വെക്കാൻ ഒരാളും തന്നെ ഇല്ല. ഓൻ ആ ദോഷം തുടരാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പല രൂപത്തിലും അത് വന്നിട്ടുണ്ട്. അതാ മിൻ ഗൈരി തൗബ തെറ്റ് ചെയ്യണോൾ തെറ്റ് ചെയ്തോട്ടെ ഹദീസുകൾ വരാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യണില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യണ വിഭാഗത്തെ കൊണ്ടുവരും, എന്നിട്ട് എനിക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അബദ്ധത്തിൽ ചെയ്തു പോകുന്നത് ചെയ്തോട്ടെ, പ്രശ്നമില്ല. ഇസ്തിഗ്ഫാർ വേണം. അപ്പം ഇസ്തിഗ്ഫാർ ഇല്ലാതെ ഇസ്യാന് നിഫാഖിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കലിനെ തൊട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബാബാകുന്നു. ലിഖൗലില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിന് വേണ്ടി. അത് ശ്രദ്ധിക്കണം. ഇസ്റാർ വലിയ പ്രശ്നമാണ്. എന്ത് അബദ്ധങ്ങൾ വന്നു പോയാലും നിഫാഖിന്റെ ലക്ഷണം കണ്ടുപോയാലും ഉടനെ തൗബ ചെയ്തോളണം. അതെനിക്കിനി കുറേ കാലം ജീവിക്കും, ഞാൻ ഇപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്, തൗബ ചെയ്യാൻ അവസാന കാലം നോക്കാം. അപ്പോൾ തൗബ ചെയ്യാതെ പിന്നീടൊക്കെ പിന്തിക്കുക, അത് വലിയ അബദ്ധമാണ്. അല്ലെങ്കിൽ പിന്നെ തൗബ ചെയ്യാതെ നിൽക്കുക, അത് മുർജിയത്തിൻ്റെ വാദമാണ്. പറയാൻ പോകുന്നുണ്ട്, ഹദീസിൽ തന്നെ വരാൻ പോകുന്നുണ്ട് മുർജിയത്ത്. അവരുടെ വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് തമ്മാടിത്തരം ചെയ്യാം, അവൻ്റെ ഈമാൻ പൊളിയില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ല. അത് ഒന്നാമത്തെ ബാബ്. അത് അവരെ തന്നെ മറ്റൊരു വാദമാണ്, എന്ത് തെറ്റും ചെയ്യുകയും ചെയ്യാം, തെറ്റ് ചെയ്തുകൊണ്ടും കുഴപ്പമില്ല. ഒരു വാദം തെറ്റ് ചെയ്തതുകൊണ്ട് ഈമാൻ പോകില്ല, രണ്ടാമത് തെറ്റെത്രയും ചെയ്യാതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് വിഷയത്തിൽ മറുപടി ആയിട്ടുള്ള ബാബുകളും അതിന് തെളിവുകളാണ് പറയാൻ പോകുന്നത്. തെളിവെന്താ? അല്ലാഹു തആല പറഞ്ഞു, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഖിലൂ വഹും യഅലമൂൻ. അറിയുന്നവരായ സ്ഥിതിയിൽ ചെയ്തതിൻ്റെ മേലിൽ അവർ ഉറച്ചു നിന്നിട്ടില്ല. അങ്ങനെയുള്ളവർ മഹത്തുക്കളാണ്. ഇപ്പം ഒരാൾക്ക് മഹത്വവൽക്കരിക്കണമെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കാതിരിക്കണം. ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തെറ്റ് വന്നു പോകും. ആ തെറ്റ് മനുഷ്യ സഹജവുമാണ്. അതങ്ങനെ എടുത്തു പറഞ്ഞ് ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാളെ മനസ്സിൽ വേണം, ഞാൻ ആ ചെയ്ത തെറ്റാണ്, ഞാൻ ചെയ്യൂല
അല്ലാതെ അത് തെറ്റല്ല. അത് നമ്മൾ നേതാക്കന്മാരാകുമ്പോൾ അല്ലെങ്കിൽ ഒന്നായിട്ട് പരമതസ്ഥരുടെ ഇടയിലിരിക്കുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് നമ്മളും ചെയ്യാതിരുന്ന മോശമാണ്, അതുകൊണ്ട് ഇനിയും തുടരും എന്ന വാദമാണെങ്കിൽ വലിയ അബദ്ധം പിടിച്ച വാദമാണ്. നേരെ മറിച്ച് തെറ്റ് ചെയ്തു, അവൻ തെറ്റ് തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ മേൽ തൗബ ചെയ്യാൻ തയ്യാറില്ല, അങ്ങനെയുള്ളവനെ ഭയപ്പെടണം, അങ്ങനെയുള്ള പ്രവൃത്തിയെ തൊട്ട് ഭയപ്പെടണം. ഓനും ഭയപ്പെടണം, ചെയ്യണവനും ഭയപ്പെടണം, സൂൽ ഖാത്തിർ ഭയപ്പെടണം എന്ന് സ്വീകരിക്കുന്ന വാബാണ്. قال الإمام البخاري رحمه الله تعالى حدثنا محمد بن عرعرة قال حدثنا شعبة عن زبيد قال سألت أبا وائل عن المرجئة فقال حدثني عبد الله أن النبي صلى الله عليه وسلم قال سباب المسلم فسوق وقتاله كفر. നല്ല ഹദീസാണ്, മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വിഷയവുമായി ബാബുമായി ബന്ധമുണ്ട്. ബാബിൻ്റെ ഇപ്പം നമ്മൾ ഒമായു ഹദറോ എന്ന് പറഞ്ഞ വിഷയത്തെ തൊട്ടാണ് വലിയ ബന്ധമുള്ളത്. അതിലുള്ള റാവികൾ, ഒന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദ് മുഹമ്മദ് ബിൻ അർഅറ, അബൂ അബ്ദില്ല എന്നാളുടെ കുഞ്ഞത്തലം, മുഹമ്മദ് ബിൻ അർഅറത ബിൽ ഐനൈനിൽ മുഹ്മലത്തൈൻ അർഅറത വറായിൽ മുകററ, രണ്ട് ഐനും രണ്ട് റാവും. വൈറു മുൻസരിഫിൻ ലിൽ അലമിയത്തി വത്തനീസ്, അർഅറത എന്ന് വായിക്കണം. ജർറയിൽ ഫതഹത്ത് കൊണ്ടാണ് കാരണം വൈറു മുൻസരിഫാണ്, അലമിയത്തും തനീസും ഉണ്ട്, തനീസ് താവുമുണ്ട്. ഇബ്നുൽ ബിരിന്ദ്, നൂന് സുക്കൂണ്, ബാക്കും റാക്കും കസർ, ബിരിന്ദ്. ഇനി ബറന്ത് എന്ന് അഭിപ്രായമുണ്ട്, രണ്ട് അഭിപ്രായമുണ്ട്. ഫാരിസി വാക്കാണ്, ഞാൻ അറബീകരിച്ചതാണ്. അപ്പം അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ അർഅറത്തൽ ബിരിന്ദ് എന്നവരാകുന്നു. ഒരു ഖുറൈശിയാണ്, ഷാമിയാണ്. ഷാമി എന്ന് പറഞ്ഞാൽ സാമത്ത് ബിൻ ഉഅയ്യിബിൻ ഗാലിബ്, അങ്ങനെയാണ് ഷാമി എന്ന് പറഞ്ഞത്. അല്ലാതെ ഷാമു എന്നല്ല, സീന് സാമി, സാമത്തിലേക്ക് ചേർക്കപ്പെട്ടവർ. അവിടെ വഫാത്തുള്ളത് 223 അവർക്ക് വഫാത്താകുമ്പോൾ 75 വയസ്സുണ്ട്. മഹാനവർകളെ തൊട്ട് ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല മഹാന്മാരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് മുസ്ലിമിൽ അവരെ ഹദീസില്ല, അത് മുസ്ലിമിനെ ഉപരി കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ മതി. രണ്ടാമത്തെ റാവി ഹദ്ദസനാ ശുഅബത്തു, ശുഅബയെ പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. മൂന്നാമത്തേത് സുബൈദ് ബിളമ്മിസായി വഫതഹിൽ ബായിൽ മുവഹദ, സുബൈദ് വസുകൂനിൽ ബായി സുബൈ, വസുകൂനിൽ യായി സുബൈദ്. അതിന് അവസാനം ദാലുമുണ്ട്. ഇബ്നുൽ ഹാരിസ് ബിൻ അബ്ദുൽ കരീമി അബൂ അബ്ദുറഹ്മാൻ വയുഖാലഹു അബൂ അബ്ദില്ലാ അൽ യാമി ജദ്ദുൽ കബീല, യാമി എന്ന് പറയും, ബത്തു മിൻ ഹമദാൻ. അൽ കൂഫക്കാരനാണ്. അദ്ദേഹത്തെ തൊട്ട് മഹാന്മാരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വജലാലത്തുഹു മുത്തഫഖുൻ അലൈഹാ, ഇവർ വലിയ ആളാണ്, വലിയ പരിശുദ്ധിയുള്ളവരാണ് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അവർ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളിൽപ്പെട്ടതായ മുഹദ്ദിസാണ്. വകാന മിനൽ ഇബാദിൽ മുതനസ്സികീന. അവർ ഖാലൽ ബുഖാരിയോ, ഇമാം ബുഖാരി പറഞ്ഞു മഹാനവർകൾ വഫാത്തായത് 122 സുബൈദ് എന്ന പേരിൽ ബുഖാരിയിലും മുസ്ലിമിലും നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സുബൈദ് മാത്രമേ ഉള്ളൂ, വേറെ സുബൈദില്ല. ബിളമ്മിസായി വല്യായിനി. പിന്നെ പേരുണ്ട് സുയൈദ് എന്നിട്ട് വേറാണ്ട്, സെയ്ദിൻ്റെ തസ്ഗീറായിട്ട്, അതല്ല, അത് വേറെ മുഅത്തിലൊക്കെ ഉണ്ട്. സുബൈദ് എന്ന പേരിൽ ഇവർ മാത്രമേ ഉള്ളൂ. നാലാമത്തേത് അബൂ വായിൽ എന്നവർ ബിൽ ഹംസത്തി ബഅദൽ അലിഫിൽ ശഖീഖ് ബിൻ സലമത്ത് അൽ അസദി,
അസദ് ഹുസൈമത്ത കൂഫിയുൻ താബിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബൂ വായിൽ എന്നവർ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ നബി തങ്ങൾ കണ്ടിട്ടില്ല. വഖാല അദ്റക്തു സബ്അ സിനീന മിൻ സിനിൽ ജാഹിലിയ കാലത്തിൽ നിന്ന് 6 കാലം അല്ലെങ്കിൽ 7 കൊല്ലം ഞാൻ ജാഹിലിയ കാലത്തിൽ ജീവിച്ചിട്ടുണ്ട്. قال كنت قبل مبعث النبي صلى الله عليه وسلم ابن 10 سنين أرعى بلا ഞാൻ ആടിനെ നോക്കുന്ന ഈ ഒട്ടകത്തെ നോക്കുന്നവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുമ്പോൾ എനിക്ക് 10 വയസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരായ ധാരാളം സ്വഹാബത്തിനെയും അതുപോലെ താബീങ്ങളെയും കേട്ടവരാണവർ. മഹാന്മാർ പറയുന്നു, അജ്മഉ അലാ ജലാലതിഹി വസലായിഹി വറൈഹി വതൗസീഖിഹി വഹുവ മിൻ അജല്ലി അസ്ഹാബി ഇബ്നു മസ്ഊദ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അബൂ വായിൽ എന്നവർ. അവർ വലിയ ആളാണ്, പേരും പ്രസക്തിയുമുള്ളവരാണ്, സ്വലാഹുള്ളവരാണ്, വറഉള്ളവരാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യനാണ് എന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായവശവുമില്ല. ഇജ്മാ ഉള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും കാന യുസ്നി അലൈഹി അബൂ വായിൽ റളിയല്ലാഹു അൻഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. അവരുടെ വഫാത്ത് നടക്കുന്നത് ഹിജ്റ 82-ലാണ്. അബൂ വായിൽ എന്നവർ യഉമ്മു ജനായിസനാ വഇബ്നു 150 സന എന്ന് പറയപ്പെടുന്നുണ്ട്. അവർക്ക് 150 വയസ്സുണ്ട് അന്ന്. ഈ 150 വയസ്സുള്ള കാലത്ത് ജനാസക്ക് ഇമാമത്തിന് വേണ്ടി അവരെ കൊണ്ടുവരലാണ്. കാരണം ധാരാളം സഹാബികളെ കണ്ടവരാണ്. സഹാബികൾ ഹിജ്റ 100 കൂടെ അവസാനിച്ചവരാണ്. അതിൻ്റെ ശേഷമുള്ളതായ മഹാന്മാരായ ആര് തന്നെ മരിച്ചാലും അവരുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂ വായിൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരപ്പെടലുണ്ട്. അവരാണ് നിസ്കരിക്കല്. ആർക്ക് മരിച്ചാലും ഇമാമത്തിക്കാൻ അബൂ വായിൽ റളിയല്ലാഹു അൻഹു. അതൊന്നും ഒന്ന് തുടങ്ങിയ കാര്യമൊന്നല്ല. ജമാഅത്ത് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചില വലിയ വലിയ ആളുകൾ നല്ല നല്ല തങ്ങന്മാരെയോ വലിയ വലിയ പണ്ഡിതന്മാരെയോ വലിയ വലിയ ഔലിയാക്കളാണെന്ന് തോന്നുന്നവരെയോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാർ ആബിദ്യങ്ങളെ കൊണ്ട് ഇമാമത്ത് നിർത്തും. ചില വന്ന മനുഷ്യന്മാർ ഞാനാണ് മകന് എന്ന് പറഞ്ഞ് തലയ്ക്ക് ഒരു ഉറുമാൽ തലയിട്ടിട്ട് വരും. മയ്യത്ത് നിസ്കരിക്കാനുള്ള അർഹത ഹക്ക് മക്കൾക്കും അടുത്തതായ കുടുംബക്കാർക്കും ശരി തന്നെയാണ്. പക്ഷെ ഈ മക്കളാണെങ്കിലും അടുത്ത കുടുംബക്കാരനാണെങ്കിലും അവനിക്ക് സാധാരണ ഇമാമത്തിനുള്ള എല്ലാ ഷർത്തും ഒത്തവനാവണം. വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുത്ബോധി നിസ്കരിക്കാനുള്ള യോഗ്യത ഉള്ളവനാവണം. 5 വക്ത് നിസ്കാരത്തിന് പള്ളിയിലെ ഇമാമായി നിർണ്ണയിക്കാൻ പറ്റുവാനാവണം. അത് ജനാസക്ക് മയ്യത്ത് നിസ്കരിക്കുന്നവൻ്റെ യോഗ്യത തന്നെയാണ് സാധാ ജമാഅത്തിൻ്റെ യോഗ്യത തന്നെ. ആ യോഗ്യത ഇല്ലാതെ നിസ്കാരത്തിൻ്റെ ഷർത്ത് ഫർള് അറിയില്ല. ഓനെ മറ്റുള്ളവർക്ക് തുടരാൻ പറ്റുമോ? മുജാഹിദാണെങ്കിലും വേണ്ടി ജമാഅത്തുകാരനായാലും വേണ്ടി കള്ളുടിയാനായാലും വേണ്ടി ഞാനാണ് മക്കൾ പറഞ്ഞ് മുന്നോട്ട് വരലുണ്ട്. തടയപ്പെടണത് അവൻ മോമിനീങ്ങൾക്ക് ഇമാമത്തിന് യോഗ്യത, 5 വക്ത് പള്ളിയിലെ ഇമാമാവാനുള്ള യോഗ്യത, വെള്ളിയാഴ്ച ജുമുഅൻ്റെ ഇമാമാനുള്ള യോഗ്യത അല്ല. അയാളുടെ കുടുംബക്കാരാണ് ഇമാമത്ത് കണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കണം കഴിയുന്നവരെ. പിന്നെ വലിയ വലിയ സ്വാലിഹ്യങ്ങളെ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുക, അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഉമറോട്ട് അബൂ വായിൽ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് വേണ്ടി കൊണ്ടുവരപ്പെടലും അവർ ഇമാമത്ത് വെക്കലുണ്ട്. അവർക്ക് 150 വയസ്സുള്ള കാലത്ത് ധാരാളം ശിഷ്യന്മാരുള്ളവരാണ്. 5-ാമത്തെ റാവി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, സഅൽതു ഹദീസിനെ സുബൈൽ എന്നവർ പറയാണ്, അബൂ വായിൽ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അനിൽ മുർജിഅത്തി, മുർജിയ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അവരെപ്പറ്റി ചോദിച്ചു. മുർജിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇർജായിഹിം, അർജാ യുർജി ഇർജാ, ഇത് പറഞ്ഞ മുർജിയത്ത. എന്താ അർജ എന്ന് പറഞ്ഞാൽ പിന്തിക്കുന്നവര്. ഈമാൻ ഉണ്ടായാൽ എന്ത് തെറ്റും ചെയ്യാം, തെറ്റുപദ്രവിക്കൂല. അതിന് ഓൽക്കും ആയത്തും ഹദീസും തെളിവുണ്ട്. എന്താ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്ത് കടക്കും.
കടന്നു ദഖല മാദിയാഫീൽ, അങ്ങനെ ഹദീസുകൾ പല നിലക്കും പറയുന്നുണ്ട്. ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഹദീസിലുണ്ട്. അള്ളാഹു തആല ഏകനായ ഇലാഹാണെന്നും മുഹമ്മദ് നബി അള്ളാഹു റസൂലാണെന്നും ആരെങ്കിലും വാസ്തവമാക്കിയാലും സ്വർഗത്തിലാണ്. ഖുർആൻ പറഞ്ഞിട്ട് സ്വർഗമുള്ളത് ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുത്തഖിയാണ്, സ്വർഗത്തിനുള്ളതെന്ന് വന്നില്ലേ, പിന്നെന്താ ഈ തക്ലീഫ് എന്തിനാ, തെറ്റെന്തിനാ? ഇന്ന് വെച്ചെടുക്കുന്ന ഒരു മുർജിയത്ത് വടക്കെട്ട വിഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല നബി സല്ലല്ലാഹു ഏകനായ ദൈവമാണ്, ഇലാഹാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തരാനുള്ള ആളാണെന്നും വിശ്വസിക്കണ്ടേ? ഈ സന്ദേശം എത്തിച്ചേരും ആ സന്ദേശങ്ങൾ അനുസരിക്കണ്ടേ? എന്നല്ലാതെ ഇന്നലെ ഒരു ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു ചാനലിൽ ഒരുത്തൻ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഓൻ പറയാണ് മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിമാവാൻ വേണ്ടത് 5 ശഹാദത്ത് കലിമ ചൊല്ലലും നോൽമ്പ് നിസ്കരിക്കലും നോൽമ്പോൽക്കലും സക്കാത്ത് കൊടുക്കലും ജീവിതത്തിൽ ഹജ്ജ്, ഇത് മാത്രമേ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിക്ക് ആവശ്യമുള്ളൂ. ഹിജാബൊന്നും ആയിപ്പെട്ടതായിട്ടില്ല. നേരെ മറിച്ച് ക്രിസ്ത്യാനികളിലുള്ള ഈ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ, അവർക്ക് കന്യാസ്ത്രീകൾ, അവർക്ക് മറ്റേ ആ തട്ടിട്ട് കന്യാസ്ത്രീ ആവുള്ളത് മതത്തിൻ്റെ ആറാണത്. സിഖുകാർക്ക് തലയെ കെട്ടിട്ടു എന്നാലേ സിഖുകാരനാവുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ആവണമെങ്കിൽ ഇത് വേണമെന്നില്ല എന്ന് വേണ്ട പ്രസംഗിക്കുന്നുണ്ട്. ഓന് മുസ്ലിം എന്താണെന്നറിയോ? ഷഹാദത്ത് കലിമ എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ നിയമങ്ങൾ റസൂലുള്ള പറഞ്ഞയച്ചത് മുഴുവനും ഞാൻ അനുസരിച്ചോളാന്നുള്ള തീരുമാന. ഖുർആനിൽ ഈ മനുഷ്യൻ്റെ ജീവിതം തുടക്കം മുതൽ അവസാനം വരേക്കുമുള്ള സർവ്വ മേഖലയിലും ഇടപെടുന്ന മതമാണ് ഇസ്ലാം. ഖുർആൻ നോക്ക്, അതിലുണ്ട് ഹിജാബ് ഇടണം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണത്. ഇസ്ലാം ഒരാൾ മുസ്ലിം ആവാൻ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളും മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാണ്. മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് അതെല്ലാം. അപ്പോൾ അത് ഏത് തമ്മാടിത്തരവും ചെയ്യണതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന വിഭാഗമായ മുർജിയ. അതുകൊണ്ട് ഈ മാനിക്കോ ഒന്നും സംഭവിക്കൂല, സ്വർഗത്തേക്ക് ഏതായാലും പോവാം, തെറ്റ് ചെയ്താലും പോവാം എന്ന് പറയുന്ന മുർജിയത്തിനെ പറ്റി അല്ലേ അബൂവായിലിനോട് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ അബൂവായിൽ എന്നവർ പറഞ്ഞു, ഹദ്ദസനി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഹദീസിൻ്റെ കിതാബിൽ അങ്ങനെ അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ, അവിടെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആവൂല, അബ്ദുല്ലാഹിബിൻ ഉമർ ആവൂല, അബ്ദുല്ലാഹിബിൻ അംറുല്ലാശി ആവൂല. അബാദത്തുൽ ഖംസയിൽ നിന്ന് അബ്ദുല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ അത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ മാറിയെന്ന് വരും. മുത്തലക്കായ നിലക്ക് അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദിൻ്റെ ചരിത്രങ്ങൾ ധാരാളമുണ്ട്, പറഞ്ഞാൽ തീരൂല. ഒരു ഹദീസുകൾ തന്നെ ധാരാളം വരും. അന്നൻ നബി മഹാനവറുകൾ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. മുസ്ലിമിനെ ചീത്ത പറയൽ അത് ഫിസ്കിലേക്ക് നയിക്കുന്ന കാര്യമാണ്. മുസ്ലിമിനോട് യുദ്ധം ചെയ്യൽ, അവനെ കൊല്ലൽ, അവനെ അവഹേളിക്കൽ, അവരോടുമായി യുദ്ധത്തിന് വേണ്ടി പോവൽ കുഫ്റുൻ, അത് കുഫ്റുമാകുന്നു. മുസ്ലിമിനെ ചീത്ത പറയുന്നത് ഫുസൂക്കാണ്, തമ്മാടിത്തരത്വമാണ്. മുസ്ലിം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നേരെ മറിച്ച് മുസ്ലിമുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടൽ അത് കുഫ്റാണ്. ഒരു മുസ്ലിമിനെ യുദ്ധം ചെയ്യൽ ദോഷല്ലേ? ആ ദോഷം ചെയ്താൽ ഈമാൻ നീങ്ങിപ്പോകുന്ന കുഫ്റിലേക്ക് എത്തിപ്പെടാം റസൂലുള്ളാഹി പറഞ്ഞത്. അതുപോലെ മുസ്ലിമിനെ ചീത്ത പറഞ്ഞാൽ അത് മൂമിൻ എന്ന പേര് പോയി ഒരു ഫാസിഖ് എന്ന പേരിലേക്ക് പോകും. തമ്മാടിയുള്ള പേരാണ് കൊടുക്കുക എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അപ്പം ആ ഖുർആൻ പറഞ്ഞ അർത്ഥം എന്താ? മുസ്ലിം തെറ്റ് ചെയ്താൽ, ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ അവൻ ഫാസിഖായി മാറും. മുസ്ലിമിനോട് യുദ്ധം ചെയ്താൽ അവൻ കാഫിറാകും എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്താൽ പ്രശ്നമുണ്ട് എന്നല്ലട പറഞ്ഞത്. പിന്നെ ഇവിടെ മുർജിയത്തിൻ്റെ വാദം ഇവിടുന്ന് കിട്ടിയതാണ് അവർക്ക്. ഇതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. ഇതാണ് ബഹുമാനപ്പെട്ട
അബൂ വായിൽ എന്നവർ ഈ ഹദീസ് കൊണ്ട് മഹാനായ സുബൈദ് എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. وبه قال الشيخ الإمام أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه قال أخبرنا قتيبة بن سعيد قال حدثنا إسماعيل بن جعفر عن حميد عن أنس رضي الله عنه وعنهم أنه قال أخبرني عبادة بن الصامت أن رسول الله صلى الله عليه وسلم خرج يخبر بليلة القدر فتلاحى رجلان من المسلمين فقال إني خرجت لأخبركم بليلة القدر وإنه تلاحى فلان وفلان فرفعت وعسى أن يكون خيرا لكم التمسوها في السبع والتسع والخمس. ഈ ഹദീസിലെ 5 റാവിമാർ ഖുതൈബത്ത് ബിൻ സഈദ് മുമ്പ് നാം വിശദീകരിച്ചതാണ്. രണ്ടാമത്തേത് ഇസ്മായിൽ ഇബ്നു ജഅഫർ, അവരെ സംബന്ധിച്ചും കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തേത് ഹുമൈദ് എന്നവർ ഹുമൈദുനി തൊവീൽ എന്ന പേരിലാണ് അറിയപ്പെടല്. അവർക്ക് ഹുമൈദുനി തൊവീൽ, വലിയ ഹുമൈദ് എന്ന് പറയാൻ 2 കാരണമാണ് മഹാന്മാർ പറയുന്നത്. ഒന്ന്, അവരുടെ കൈ, ആളൊരു മിതമായ ചെറിയ ആളാണ്, പക്ഷെ കൈ നല്ല വലുപ്പമുണ്ടായിരുന്നു, കയ്യും കുറച്ച് കൂടുതൽ വലുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹുമൈദിന് തൊവീദ് എന്ന് പറയുന്നത്. അവിടെ കയ്യിൻ്റെ വലുപ്പം പറയൽ, ഒരു സാധാരണ ഒരു മയ്യത്ത്, ഒരാൾ മരിച്ചാൽ മഹാനവറുകൾ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് മയ്യത്തിനെ കുളിപ്പിക്കാനോ എടുക്കാനോ എല്ലാം നിൽക്കുകയാണെങ്കിൽ മഹാനവറുകളുടെ ഒരു കൈ മയ്യത്തിൻ്റെ മൂർത്താവിൽ വെച്ചാൽ മറ്റേ കൈ 2 കൈ മയ്യത്തിൻ്റെ കാലടിക്കെത്തും. സാധാരണ മനുഷ്യന്, നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യനാണെങ്കിൽ എന്താ ഉണ്ടാകുക, തലൻ്റെ അവിടെ കൈ വെച്ചിരിക്കുകയാണെങ്കിൽ ആ കൈ കാവിൻ്റെ കാലുമൊക്കെ മറ്റേ കൈ എത്തൂല, മുട്ടിൻ്റെ താഴേക്ക് മുട്ടുമൊക്കെ എത്തുള്ളൂ. ഇവർക്ക് ഒരു കൈ മൂർത്താവ് വെച്ചാൽ മറ്റേ കൈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആളുടെ കാലിൻ്റെ ബാക്കിലെത്താൻ കഴിയും. അങ്ങനെ കൈ നീട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ്. വേറെ ചില ഒരാൾ പറയാണ്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അവർ സാധാരണ മനുഷ്യരാണ്, വലിയ നീട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ഹുമൈദിന് തൊവീൽ എന്ന് പറയാനുള്ള കാരണം, ഇദ്ദേഹത്തിൻ്റെ തൊട്ട് അയൽവാസി, അയാളെ സംബന്ധിച്ച് ഹുമൈദിനിൽ കസീർ എന്നാണ് പറഞ്ഞിരുന്നത്, കുള്ളൻ ഹുമൈദ്. അപ്പോൾ തൊട്ട അയൽവാസി കുള്ളൻ ഉമൈദായപ്പോൾ ഇയാൾ വലിയ ഉമൈദായതാണ്, അങ്ങനെ കയറിപ്പേരിട്ടിയതാണ് എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അവർ വലിയ മഹാനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടവരാണ്, ധാരാളം സ്വഹാബികളെ കണ്ടവരാണ്. മഹാന്മാരായ പല ആളുകളും അടുത്തോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരിയുടെ സനദിൽ താബിഈയായി കൊണ്ടുവന്നവരാണ് അവർ വഫാത്താകുന്നത് 143-ലാണ്. 4-മത്തെ നമ്മുടെ സനദിലുള്ള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ബറനി ഉബാദത്ത് ബിൻ സ്വാബിത്ത്, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുക. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മഹാനുകളെ സംബന്ധിച്ചു മുമ്പ് നാം ചെറിയ തോതിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും അത് ചെറുതേ ആവുള്ളൂ. എന്താ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ, റസൂലുള്ളാഹി പുറപ്പെട്ടു, യുഖ്ബിറു, റസൂലുള്ളാഹി പറയുന്നവരായിട്ട്, ബിലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നത് കൊണ്ട് വാർത്ത പറയുന്നവരായിട്ട് പറയാൻ വേണ്ടി റസൂലുള്ളാഹി പുറപ്പെട്ടു.
ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 റജുലുകൾ തമ്മിൽ പരസ്പരം കലഹിച്ചു. തലാഹ കലഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഹാലാണ് മുറാദ്. സംഗതി മാതിയാണ്, എന്നോ ഇതാക്കിയതല്ല, അപ്പം പ്രശ്നം ഉണ്ടാക്കി. 2 ആൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഹക്ക് കിട്ടാനുള്ള ഒരാളാണ്, ഒരാൾ ഹക്ക് കൊടുക്കാനുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയിൽ 2 ആളും പറയുന്നുണ്ട്, ഞാൻ സത്യത്തിൻ്റെ ആളാണ്, ഞാനക്ക് തരാനുള്ളത് ശരിയാണ്, പക്ഷേ ഇന്ന ദിവസം തരാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റേ ആൾ പറയുന്നുണ്ട്, നീ എന്നോട് പണം വാങ്ങിയിട്ടുണ്ട്, അത് വാങ്ങി തരാൻ പറഞ്ഞ അവധിയായിട്ടുണ്ട്, നീ തരണം ഇപ്പോൾ. ഇങ്ങനെ 2 ആളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വാർത്ത പറയാൻ വേണ്ടി പുറപ്പെട്ടു നിന്നത്. എന്താണ് വാർത്ത? ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണ്, ഇന്ന സമയത്താണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ഖറജ്തു ലി ഉഖ്ബിറക്കും ബിലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ കൊണ്ട് അത് എന്നാണെന്ന് പറയാൻ വേണ്ടി അത് നിങ്ങൾക്ക് ആ വാർത്ത നൽകാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതായിരുന്നു. വഇന്നഹു തലാഹാ ഫുലാനും വഫുലാൻ, ഇന്നാളും തമ്മിൽ പ്രശ്നമുണ്ടാക്കി. അവരുടെ പേരുകൾ ഹദീസിൻ്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട്, റാവികൾ സാരിയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പറയേണ്ട 2 കാര്യപ്പെട്ട മഹാന്മാരാണ്. നമ്മുടെ മനസ്സിൽ അവരെ തൊട്ട് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, മഹാന്മാരെ സംബന്ധിച്ച് ഉള്ളിൽ ഒരു മതിപ്പ് കുറയാൻ കാരണമാകുന്ന പ്രയോഗം പ്രയോഗിക്കാതിരിക്കുക. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ മഹാന്മാർ ഇവിടെ ഉദ്ധരിക്കുന്നത്. തലാഹ ഫുലാനും ഫുലാനും, ആ ആളും ഈ ആളും എന്ന് പറയാന്നല്ല, അവരെ പേര് പറഞ്ഞില്ല. അത് നമ്മൾ പറയും വേണ്ട. ശാരീങ്ങൾ പറഞ്ഞത് അറിണോല് ആ പേര് കാണാൻ പഠിച്ചൊന്നും വേണ്ട. കാരണം അത് പഠിച്ചാൽ ലൈലത്തുൽ ഖദ്ർ വരുമ്പോഴൊക്കെ, റമദാൻ വരുമ്പോഴൊക്കെ അതിൻ്റെ ആ ചൈന് പോയത് നമുക്ക് അന്നാണ്ട് ഒരുങ്ങായിരുന്നല്ലോ. 1000 മാസത്തിനേക്കാൾ ഖൈറല്ലേ ആ ദിവസം അറിഞ്ഞിട്ടാൽ. ആ 2 സഹാബികൾ കച്ചറുണ്ടാക്കിയത് കൊണ്ടല്ലേ എന്ന് അവരെ സംബന്ധിച്ചൊരു പ്രശ്നം മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ പേര് പറയേ വേണ്ട, അറിയും വേണ്ട. അതാ ഇതന്നെയാണ് നല്ല ശൈലി. ഇപ്പോൾ തലാഹ ഫുലാനും വഫുലാൻ, ഇന്നാളും മറ്റേ ആളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി. റസൂൽ പറയാണ്, ഫറുഫിഅത്ത്, അപ്പോൾ അത് ഉയർത്തപ്പെട്ടു. ഫറുഫിഅത്ത്, ലൈലത്തുൽ ഖദ്റിനെ കൊണ്ടുള്ള അറിവ് നിങ്ങളോട് പറയലിനെ ഉയർത്തപ്പെട്ടു. ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്നല്ലല്ലോ. ഇതിനർത്ഥം എന്താ? ലൈലത്തുൽ ഖദ്റിന് ശേഷം നിന്ന് കിട്ടുമ്പോൾ റുഫിയത്ത് എന്ന് പറഞ്ഞാൽ ലമീർ ലൈലത്തുൽ ഖദ്റിലേക്കാണ് പോണത് എങ്കിലും ലൈലത്തുൽ ഖദ്ർ ഇന്നാണെന്ന് തഈനായി നിർണയിച്ച് പറയലിനെ ഉയർത്തപ്പെട്ടു, നസ്ഖ് ചെയ്യപ്പെട്ടു. നബി തങ്ങൾക്ക് അല്ലാഹു തആല ഓർഡർ കൊടുത്തു, നബിയെ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ, അതുകൊണ്ട് അത് നിങ്ങൾ മുഅ്മിനീങ്ങൾ അറിയിച്ചാളേ. നബി തങ്ങൾക്ക് സമ്മതമില്ലാതെ ഒരു കാര്യം ചെയ്യൂല. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി തങ്ങൾ വായ പൊളക്കണമെങ്കിൽ വഹി ഉണ്ടാകണം. അതാണ് അമ്പിയാക്കൾ, എല്ലാ അമ്പിയാക്കൾക്കും ബാധകമാണത്. അപ്പോൾ ആ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല വഹി ഇറക്കി ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു കൊടുക്കുക. നബി തങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടെ ഇഖ്ബാർ ചെയ്യാൻ, ഇഅ്ലാൻ ചെയ്യാൻ, ന്യൂസ് വായിക്കാൻ വേണ്ടി വരികയാണ്. നബി തങ്ങളുടെ പ്രയോഗമാണത്, ഹദീസിങ്ങളുടെ പ്രയോഗമാണ്. ഇഖ്ബാർ ചെയ്യുക, ന്യൂസായി പറയുക, പരസ്യപ്പെടുത്തി പറയുക, ആളുകൾ അറിയിക്കുക. അങ്ങനെ വന്നപ്പോൾ 2 ആൾ തമ്മിൽ കച്ചറ ഉണ്ടായപ്പം ഫറുഫിഅത്ത്, ലൈലത്തുൽ ഖദ്ർ കൊണ്ടുള്ള പറയൂ ഇനി വേണ്ട, നിങ്ങളത് പറയണ്ട എന്നത് നസ്ഖ് ചെയ്യപ്പെട്ടു, ഉയർത്തപ്പെട്ടു. അതാ എന്നാലും നബി തങ്ങൾക്കും ലൈലത്തുൽ ഖദ്ർ എന്താണെന്നുള്ള മറന്നൊന്നും പറയണ്ട. ബുഖാരിൻ്റെ ഈ റിവായത്ത് തന്നെയാണ് ഏറ്റവും നല്ല റിവായത്ത്. ചില നബിക്കത് മറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. റിവായത്തുകളിൽ അങ്ങനെ ഉണ്ടാവാം. ആ മറക്കപ്പെട്ടു എന്നതിന് അർത്ഥമുള്ളത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. അത് ദിവസം തഈനാക്കുക എന്നുള്ള വിഷയം അല്ലാഹു തആല അത് നസ്ഖ് ചെയ്തു, ഉയർത്തിപ്പോയി. ഇനി പറയാൻ പറ്റൂല. എന്നല്ല നബിക്കും അത് അറിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. നബി തങ്ങൾക്ക് അത് അറിയും. അള്ളാഹ് തഈനായി കൊടുത്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അറിയിക്കാനുള്ള ഓർഡർ ഉയർത്തപ്പെട്ടു. റസൂലുള്ളാഹി പറയുന്നു, അത് നിങ്ങൾ അറിയാതിരിക്കൽ നിങ്ങൾക്ക് ഖൈറായേക്കാം, നിങ്ങൾക്കത് ഖൈറായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ എന്നുള്ളത് യഥാർത്ഥത്തിൽ ശക്കിനിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ തറജക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും അള്ളാഹുവിൻ്റെ കലാമിലും റസൂലുള്ളാഹിൻ്റെ കലാമിലുമെല്ലാം അസ തഹ്കീക്കിനിക്കാണ് എന്ന റാജിഹായ അഭിപ്രായം.
അപ്പം എന്താ അർത്ഥം? അസ അയ്യകൂന ഖൈറൻ ലക്കും, നിങ്ങൾക്കത് ഖൈർ തന്നെയാണ് അറിയാതിരിക്കൽ. അരിണീലേറെ ഖൈറുണ്ട് അതറിയാതിരിക്കുന്നത്. കാരണം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 അറിഞ്ഞാൽ തന്നെ അവസാനത്തെ 10 തന്നെ പ്രത്യേകം ഇബാദത്ത് എടുക്കൂലേ? ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇബാദത്ത് എടുക്കും, അല്ലാത്ത ദിവസം ഇബാദത്ത് എടുക്കുമല്ലോ. അപ്പോൾ ഈ ഇബാദത്ത് വർദ്ധിക്കാനുള്ള കാരണമായി വരികയാണ് ചെയ്യാതെ. അത് നിങ്ങൾക്ക് ഖൈറാണ് അറിയിക്കാതിരിക്കൽ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, ഇൽതമീസുഹാ, നിങ്ങൾ ആ ലൈലത്തുൽ ഖദ്റിനെ തേടിക്കോളി, ഫിസ്സബ്ഇ 7 വത്തിസ്ഇ 9 വൽ ഖംസി 5. ഏത് 5 ഏത് 7 ഏത് 9 എന്നുള്ളതാണ്. അത് അവസാനത്തെ 10 മിനൽ അശ്രിൽ അഖീർ എന്ന് പ്രത്യേകം മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ 10 ഈ നബി ഇറങ്ങി വരുന്നത് അവസാനത്തെ 10 21 അഭിപ്രായമുണ്ട്. അപ്പോൾ ഏതായാലും ഇനി വരുന്ന 9, 8, 7, 5 ഇതിൽ തേടിക്കോളിന്ന്. അത് ഇനി വരാൻ പോകുന്ന 7, 9, 5 പറഞ്ഞാൽ എന്താ? ഈ വരാൻ 27, 25, 27, 29, 25 അതാണ് അതിന് റാജിഹുള്ളത്. അതങ്ങനെ തന്നെ സന്ദർഭം നോക്കിയാൽ മനസ്സിലാവും ചെയ്യും. ഇതാണ് ഹദീസ്. ഈ ഹദീസും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബാബിൻ്റെ 1-ാം ഭാഗവും എന്താ? ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു, മൂമിൻ്റെ അമൽ പൊളിഞ്ഞു പോകാനോട്ട് ഭയപ്പെടണം. വലാശുറു ലാത്ത പ്രയോഗമാണ്. ഹദീസ് അങ്ങനെ വായിക്കുമ്പോൾ, ബുഖാരിയുടെ ബാബും വായിക്കുമ്പോൾ അതോടുകൂടെ ഖുർആനും മനസ്സിലുണ്ടായി കഴിഞ്ഞാലാണ് ഇതിനോട് തമ്മിലുള്ള ബന്ധം തിരിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു ന്യൂസുമായി വരികയാണ്, അത് പറയാൻ വേണ്ടി. അത് വരുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് 2 പള്ളിയിൽ വെച്ച് കലഹിക്കുന്നത്, ഒച്ചിടുന്നത്. അവിടെ ഒച്ചിട്ട് തെറ്റാണോ ശരിയാണോ എല്ലായിടത്തും വിഷയമുള്ളത്. അവർ ചെയ്ത തെറ്റെന്താ? നബി തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദം ഉയർത്തി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഹുജറാത്ത് 2-ാമത്തെ സൂറത്ത് ആയത്ത് പറഞ്ഞത്. സൂറത്തുൽ ഹുജറാത്താണത്. അപ്പം നബി തങ്ങൾ എടുത്ത് വെച്ച് ശബ്ദം ഉയർത്താൻ പാടില്ല. 2 വെച്ച് 2 പറയുന്ന അവരുടെ ന്യായങ്ങളാണ്. ന്യായം പറഞ്ഞോട്ടെ, തെറ്റല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് ശബ്ദം ഉയർത്തിപ്പോയി, അത് വലിയ തെറ്റായി. അങ്ങനെ വലിയൊരു തെറ്റ് 2 ചെയ്തുകൊണ്ടിരിക്കും. തെറ്റെന്താ? നബിൻ്റെ അടുത്ത് ഒച്ചയിടുക എന്നുള്ളത്. ഇട്ട ഒച്ച ഒരു നബിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത് തെറ്റാവുമായിരുന്നില്ല. നബിൻ്റെ പക്കൽ നിന്ന് എടുത്ത് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് ഒച്ചിട്ടാൽ, അൽഹംദുലില്ലാഹ് എന്ന് ഒച്ചിട്ടാൽ, അല്ലാഹു അക്ബർ എന്ന് ഒച്ചിട്ടു നബി തങ്ങൾക്ക് സമ്മതമില്ലാത്ത ഇഷ്ടമില്ലാത്തവർക്ക്, അതുപോലും അമൽ നഷ്ടപ്പെടുത്തൂലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇറങ്ങിയതിൻ്റെ ശേഷം, ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ആംഗ്യം കാട്ടലായിരുന്നു അധികവും. അല്ലെങ്കിൽ നബി തങ്ങൾ തന്നെ കേൾക്കാത്ത നിലക്ക് ചെറിയ ശബ്ദം ഉയർത്തുള്ളായിരുന്നു. നന്മകളെ കൊണ്ട് തന്നെ ഒച്ചിടാൻ പാടില്ല, ന്യായമായും വേണ്ടില്ല, നബിൻ്റെ അടുത്ത് ഒച്ചിടാൻ പാടില്ല. ആ ഒച്ചിട്ടപ്പോൾ അവരുടെ അമൽ മുഴുവനും പൊളിഞ്ഞു 2 ആ പൊളിഞ്ഞ കൂട്ടത്തിൽ മുലോക മുസൽമാനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ ഒരു ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അറിയേണ്ട ആ ഒരു സൗഭാഗ്യം അത് നഷ്ടപ്പെട്ടു പോയി. അവരുടെ കുറ്റം കാരണം, അവരുടെ അമൽ പൊളിയലോട് കൂടെ ലോക മുസൽമാൻക്ക് തന്നെ ഏത് നഷ്ടപ്പെട്ടി? ബർക്കത്ത് നഷ്ടപ്പെട്ടില്ലേ? ഇൽമ നഷ്ടപ്പെട്ടില്ലേ? അതാണ് ബാബുൽ ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു. അവർ 2 അറിയാതെ ഓരമൽ നഷ്ടപ്പെട്ടു. അതോടുകൂടെ ലോക മുസൽമാനിക്ക് ബർക്കത്തും പോയി. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് ഓനക്ക് മാത്രമല്ല ബാധിക്കുക, അതിൻ്റെ ശാപം മറ്റുള്ളവർക്കും വരും.